ദിലീപിൻ്റെ പടം കാണാൻ പോയാൽ നിങ്ങൾ പെണ്ണുപിടിയൻ്റെ സിനിമ പെണ്ണുപിടിക്കുന്നതിൻ്റെ ഉസ്താദുമാരാണ് ഈ ചോദിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരുത്തി ചെറുപ്പകാലല്ലേ നമ്മൾ തെറ്റിദ്ധരുത്തി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പരിപാടിയിൽ പാടിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ പാട്ടെടുത്ത് അവൻ എഴുതിയ അതൊരു കൂതറ പാട്ടെടുത്ത് പഠിക്കാൻ കോളേജിൽ പാഠപുസ്തകത്തിൽ കയറ്റി. എനിക്ക് തോന്നുന്നു ആ പിള്ളേർ പഠിച്ച് വലുതാവുമ്പോഴേ അവർക്ക് പറയാമല്ലോ ഒരു കഞ്ചാവുകാരൻ എഴുതിയ കവിത ഞങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെന്ന്. അതിനായിരിക്കാം അത് കൊടുത്തു. ഇപ്പോൾ അതാ അറിയുന്നു ഒളിവില്ലെന്ന്. എന്താണ് പീഡന കേസ്. കഞ്ചാവ് ഓടിച്ച് നടന്നൊരു ചെറുക്കനെ അവൻ്റെ റൂമിൽ കയറി അന്വേഷിച്ചപ്പോൾ 11 പേരായിട്ടുണ്ടെന്ന് റൂമിനകത്ത്. അവർ ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഫ്ലാറ്റിനകത്ത്. 11 വലിച്ച് കയറ്റിക്കൊണ്ടിരുന്നായിരിക്കാം. അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു മഴുവുണ്ട്. ശശികല പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല എൻ്റെ കാഴ്ചപ്പാട്. ഈ ചെറുക്കനെയൊന്നും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പേര് പുറത്ത് വന്നു അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമല്ലോ ശശികലയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കാരണം അവരെ ടീച്ചർന്ന് പോലും വിളിക്കാൻ പാടില്ല. പോയിസൺ വിഷം മാത്രം ചീറ്റുന്നൊരു സിനിമ. ഒരു കാര്യം ചോദിച്ചോട്ടെ, വിധേയൻ എന്ന സിനിമ, സക്രിയയുടെ കഥ, ആ കഥയിൽ മാറ്റാൻ പറ്റാത്ത ഒരു ചെറിയ സന്ദർഭം, ക്ഷേത്രക്കുളത്തിൽ തോട്ടയിട്ട് മീൻ പിടിക്കുന്നു, തോട്ടയിട്ട് പൊട്ടിച്ച് മീൻ പിടിക്കുന്നു. അന്ന് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആ രംഗം വേണ്ടാന്ന് വെക്കുകയാണ്. ആ സമയത്ത് തന്നെ അടൂരിന് തപസ്യ എന്ന സംഘപരിവാർ സംഘടനയുടെ പല ചടങ്ങിലും പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളതായിട്ട് ആരോപണമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സംഘപരിവാർ ചിന്തയുള്ള പലരും ഇടതുപക്ഷത്തിനകത്തുണ്ടോ? അവർക്കുള്ളിലെ അന്തർലീനമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയതയാണോ പുറത്തു വരുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ ഇടതുപക്ഷക്കാരനാണോ എന്നാണല്ലോ ആര് പറഞ്ഞത്? പറഞ്ഞില്ലെങ്കിലും ഇന്ന് വരെ പറഞ്ഞില്ല. അയാൾ കോൺഗ്രസിൻ്റെ, ഞാനൊരു കോൺഗ്രസ്സുകാരനെന്നാണ് കരുതുന്നത്. കാരണം ഖദർ കുപ്പായമാണ് അയാൾ ഇടുന്നത്. അപ്പോൾ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അയാൾ എനിക്ക് തോന്നുന്നത് ഒരു കലാകാരൻ മാത്രമാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിൽ എങ്ങനെ മുഖാമുഖം എന്നുള്ള സിനിമ എടുക്കും? കള്ള കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം ഒരു സംഘപരിവാറുകാരനാണോ? താങ്കളല്ലേ പറഞ്ഞു തപസ്യയുടെ പരിപാടി പങ്കെടുത്തു എന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത റിപ്പോർട്ടുകൾ. സ്ഥിരീകരിച്ച് പറയും. ഞാൻ മുഖാമുഖം എന്ന് പറഞ്ഞ പടം കണ്ടാൽ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയാണ്. പാർട്ടിയുടെ അപചയങ്ങൾ പുറത്ത് കാണിക്കാൻ സാറെടുത്തെന്നാണ് അദ്ദേഹം പറയണേ. പടം മോശമല്ല, എഴിഞ്ഞൊരു പരിവായെങ്കിലും പടം മോശമൊന്നുമല്ല. ദിനേശ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവരെ പോലുള്ളവരുടെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാരംഗത്തുള്ളവർക്ക് വ്യക്തമാക്കാൻ പറ്റില്ലല്ലോ ഇവരുടെയൊക്കെ രാഷ്ട്രീയം. പറ്റുന്നത് ലെനിൻ രാജേന്ദ്രൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ടി വി ചന്ദ്രൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഷാജി എൻ കരുൺ. നമ്മുടെ മോഹൻലാലിൻ്റെ രാഷ്ട്രീയം എന്താണ്? മോഹൻലാലിൻ്റെ ഒരു അഴകുഴമ്പ് നല്ല രാഷ്ട്രീയമല്ലേ. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഒരുപോലെ സ്നേഹിക്കുന്ന രാഷ്ട്രീയമാണ്. അതാ പറഞ്ഞത്. അതിൽ ബുദ്ധിമാന്മാരുണ്ടല്ലോ. അവർക്ക് രാഷ്ട്രീയം വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കലാകാരന് രാഷ്ട്രീയം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ വാശിയൊന്നും പഠിക്കില്ല. അത് നിങ്ങളുടെ ഡിപ്പെൻഡാണ്, നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ മോഹൻലാൽ നരേന്ദ്രമോദിയെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയും ഇവിടെ വന്നാൽ പിണറായി വിജയനുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നതിൽ അയാൾക്ക് എന്ത് രാഷ്ട്രീയം എനിക്കുണ്ട്. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ അയാൾ SFI കാരനായിരുന്നു. അതും പ്രത്യേകിച്ചും MG കോളേജിലേക്ക് ചെന്ന് SFI ആവുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയാണ്. എന്നിട്ട് പോലും SFI കാരനായിരുന്നു. പക്ഷേ അയാൾ സിനിമാക്കാരനായപ്പോൾ ഒരു കലാകാരൻ മാത്രമാണ്. എനിക്ക് തോന്നില്ല കേട്ടോ. കാരണം മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനിലുള്ള എല്ലാം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും RSSകാരാണ്. ആ വിമലൊക്കെ RSSകാരാണ്. അപ്പോൾ അയാൾ അങ്ങനെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അടൂരിനെ അതുപോലെയാണ് ഞാൻ കരുതുന്നത്. കാരണം അടൂർ ഖദർ കുപ്പായമാണ് ജന്മനായി ഇടുന്നത്. ഗാന്ധി ഗ്രാമിൽ എവിടെയാണ് പഠിച്ചത്. പിന്നെ കോൺഗ്രസുമായി ഒന്ന് ചേർന്ന് നിൽക്കുന്ന ആളാണ്. എന്നാൽ അയാൾ ഇടതുപക്ഷത്തിൻ്റെ പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. MA ബേബി അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. MA ബേബി ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്രീയക്കാരിൽ അദ്ദേഹത്തിന് മാനസികമായി അടുപ്പമുള്ള ആളാണ്. ഇപ്പോൾ ഈ ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ ആരോ സ്റ്റിച്ച് ഇട്ട കാരണം MA ബേബി ഈ നേരം വരെ രൂപത എന്ന് പറഞ്ഞ രൂപതയെ വരെ കളിയാക്കിയ മനുഷ്യൻ ഇതുവരെയും വാ തുറന്നിട്ടില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ആരെയൊക്കെ പേടിക്കുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ ദിലീപിൻ്റെ പടം കാണാൻ പോയതിന് ഇവിടെ ഉള്ള ഏതോ ഓച്ചന്മാർ വരട്ടിയപ്പം മന്നിച്ചെടുക്കോ ഞാൻ അറിയാതെ കണ്ടുപോയതാണ്. ഒരു പാർട്ടി സെക്രട്ടറി പോടാൻ ഇന്ത്യയിലേക്ക് എന്ന് പറയണ്ടേ. അവിടേക്കാണ് പിണറായിയെ കണ്ടു പഠിക്കാനുള്ളത്. ഞാൻ ഏത് സിനിമ കാണണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പിണറായി ആയിരുന്നെങ്കിൽ പറഞ്ഞതന്നെ. ഇത് ഈ മനുഷ്യൻ സിനിമ കണ്ടതിന് ഇവിടെ ഉള്ള എല്ലാവരും കൂടെ തള്ളക്കി വിളിച്ചു. ദിലീപിൻ്റെ പടം കാണാൻ പോയാൽ നിങ്ങൾ പെണ്ണുപിടിയൻ്റെ സിനിമ പെണ്ണുപിടിക്കുന്നതിൻ്റെ ഉസ്താദുമാരാണ് ഈ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ. ബേബി വരണ്ടു പോയി. ഞാൻ അറിയാതെ എന്നെ ഡൽഹിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡൽഹിയിൽ പ്രിവ്യൂ ആണെന്ന് കൊണ്ട് വിളിച്ചാണ്. ക്ഷമിക്കണം, ഞാൻ ആ നടനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ ഈ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് പ്രതികരിക്കണ്ടേ? വേണ്ടേ? ഇവിടെ വിവരം കേട്ട യാതൊരു വിവരമില്ലാത്ത ആ ബിന്ദു എന്ന് പറഞ്ഞ മന്ത്രിയൊക്കെ എന്തൊക്കെ പറയണമെന്ന് അവർക്ക് തന്നെ അറിയണ്ട. എന്നാൽ അവിടെ നമ്മൾ ബഹുമാനത്തോടെ കാണേണ്ടത് SC/ST വകുപ്പ് മന്ത്രിയായ നാണു. അദ്ദേഹം പറഞ്ഞു ഒരു വാക്കുകൊണ്ട് പോലും ഒരു അക്ഷരം കൊണ്ട് പോലും അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ല. ആ വിവരം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ
ഇവിടെ പിന്നെ ഒരു വാസവൻ സജി ചെറിയാൻ പോലും മിണ്ടിയിട്ടില്ല, പിണറായി മിണ്ടിയില്ല. പിണറായി മറുപടി പറയണ്ടേ? ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കൊത്തി കീറുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡോക്ടർ ബിജുവിനെയൊക്കെ പോലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ലളിതകല അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ എന്താണ് ആ പാട്ടുകാരി പെൺകുട്ടി, അവളൊക്കെ കയറി ക്ഷണിക്കപ്പെട്ട സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടിരുത്തിയിട്ട് അയാൾ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുട്ടത്ത് അവിടെ ഇരുന്നിട്ടേ മൂക്ക് വിളിച്ച് അങ്ങേർക്കറിയാം അത് ആരെയെന്ന്, സ്ത്രീ ആരാ, അവർക്ക് ആരാ മൈക്ക് കൊടുത്തതെന്ന് ചോദിക്കുന്നതിൽ തെറ്റെന്താ? അതൊരു മര്യാദ കേടല്ലേ? അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിണറായി വിജയനൊക്കെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഗോവിന്ദൻ പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിൽ എനിക്ക് വിഷയമല്ല, കാരണം ഒരു കാര്യമില്ലാത്ത ആളാണ്. പക്ഷേ പിണറായി വിജയൻ പറയണമായിരുന്നു, എന്താണ് ഞങ്ങൾ മുഖ്യ അതിഥിയായി വിളിച്ചുകൊണ്ട് വന്ന അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ശരി ചെയ്തതെന്ന് പറയണം. അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ മലയാളി മണ്ടനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവിടെ അദ്ദേഹം വേറെ ആവശ്യമില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയപ്പോൾ സൗജന്യ പാസ്സായിരുന്നു. ചാലയിലെ CIT-കാർ ചുമട്ട് തൊഴിലാളികൾ വന്ന് ഓസിന് വന്ന് കണ്ടിട്ട് പോകുന്നു. എന്താ ചുമട്ട് തൊഴിലാളികൾ സിനിമ കണ്ടാ കാണൂലേ? അത് അദ്ദേഹം പറഞ്ഞ കാര്യം തനി മാടമ്പിത്തരമാണ്. ഞങ്ങൾ കണ്ടോളാം, വരേണ്യ വർഗ്ഗത്തിലുള്ള ഞങ്ങളുണ്ട് ഇവിടെ, ചുമട്ടുകാരനൊന്നും ഇത് കാണും സിനിമ കാണാനുള്ള തള്ളി. അതിന് ഞാൻ ഞായറാഴ്ച മറുപടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു പടത്തിന് പുള്ളി വന്നപ്പോൾ കൈരളി തിയേറ്ററിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചു ആളുകളെല്ലാം കൂടെ, കാരണം അതിൽ സെക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ചിത്രത്തിൻ്റെ പേര് പിയാനോ ടീച്ചർ. ഇദ്ദേഹം വന്നത് ഇദ്ദേഹം സീറ്റ് കിട്ടിയില്ല. ഇദ്ദേഹം അവിടെ വന്ന് അന്ന് ഭയങ്കരമായിട്ട് ആക്രോശിച്ചു. ഇവിടെ നല്ല സിനിമ കാണാൻ വന്നാൽ സീറ്റ് കിട്ടില്ല, എല്ലാവരും കയറി തറയിലും എല്ലാം കയറി ഇരുന്നാൽ എങ്ങനെ കാണുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബലമുണ്ട്. കാരണം ഈ എന്താ പറയുക, പിയാനോ ടീച്ചറിലെ കമ്പി കാണാൻ വന്നിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ നിരാശ മുഴുവൻ പുള്ളി അവിടെ കൈരളി തിയേറ്ററിൻ്റെ മുമ്പിലാക്കി. പുള്ളിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഭീമാപള്ളി പോയി കുറിച്ച് കൊടുത്തിരുന്നെങ്കിൽ 40 രൂപയ്ക്ക് കിട്ടിയ DVD. പുള്ളി അവിടെ 4000 രൂപ ചീത്ത വിളിച്ച്. ഒന്നത്. അടുത്തത് പുള്ളി രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞു. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമാക്കാരനാണെന്ന് PRS പിള്ളയുടെ മകൻ ശങ്കർ മോഹൻ. ഈ ശങ്കർ മോഹൻ പാച്ചും കോലങ്ങളും കളിച്ചു മറ്റേ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനും ശങ്കർ മോഹൻ MD ആയിട്ട്. ഈ ശങ്കർ മോഹൻ NFDCയിൽ ഇരുന്ന കാലത്ത് വഴിവിട്ട് ഒരുപാട് അടൂരിനെ സഹായിച്ചിരിക്കാം അവാർഡിൻ്റെയൊക്കെ കാര്യത്തിൽ. അതിൻ്റെ ഉപകാരസ്മരണയ്ക്ക് മറ്റേ എന്തിരുന്ന് പറയുമല്ലോ, പ്രത്യുപകാരം തിരിച്ച് ചെയ്യുന്നത് പോലെ ഇയാൾ ആണ് ഡയറക്ടർ. ഡയറക്ടർ ഇയാളെ ഡയറക്ടറാക്കി ഞാൻ ചെയർമാനാവാമെന്ന് പുള്ളി പിണറായിക്ക് ഇൻഡാസ് കൊടുത്തു. അങ്ങനെ പിണറായി ശങ്കർ മോഹൻ ആരെന്ന് ചോദിച്ചാൽ PRS പിള്ളയുടെ മകൻ, ഇന്ത്യ കണ്ട മഹാൻ, സിനിമ കണ്ടുപിടിച്ച പുള്ളി എന്നാണ് ഇപ്പോൾ ഈ കോൺക്ലേവിൽ വന്ന് പുള്ളി ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളി അവിടെ നിന്ന് പ്രസംഗിച്ച് ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ ശങ്കർ മോഹനെ പുകച്ച് പുറത്തിയടിച്ചെന്ന്. ശങ്കർ മോഹനെ പുറത്തിയടിച്ച് എന്തിനെന്നറിയോ? KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇയാൾ MD ആണ്. ഇയാൾ താമസിക്കുന്ന അതിൻ്റെ എത്രയോ ദൂരെ എവിടെയാണ്. അവിടെ നിന്ന് ഇയാൾ സ്റ്റേറ്റ് കാറിൽ അവിടെ വന്ന് ഇറങ്ങും. വരുമ്പോൾ അവിടെ 4-5 പെണ്ണുങ്ങളുണ്ട്. അവർ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തൂത്ത് കക്കൂസൊക്കെ കഴുകി വൃത്തിയാക്കി ആ ജോലികൾ ചെയ്യാനാണ് വെച്ചേക്കണേ. അവരവിടെ 2 മണിക്കുള്ളിൽ ജോലി ചെയ്തിട്ട് തീർത്തിട്ട് ബസ്സിൽ കയറി ഇയാളുടെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് ആ മുറ്റത്തൊക്കെ ഉള്ള കരിയിലെല്ലാം തൂത്തുവാരി കളഞ്ഞ് പുറത്തുള്ള ബാത്റൂം കഴുകണം. കഴുകിയിട്ട് ഇവർ കുളിക്കണം. കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇയാളും ഇയാളുടെ ഭാര്യയും തൂർന്ന അകത്തുള്ള കക്കൂസ് കഴുകണം. ഞാൻ കള്ളം പറയല്ല, നിങ്ങളുടെ പുറത്തുള്ള കക്കൂസും മുറ്റുമൊക്കെ തൂത്തുവാരി തുടച്ച് കഴുകി എല്ലാം ഇട്ടിട്ട് ആ ഡ്രസ്സെല്ലാം ഊരി കവറിൽ വെച്ചിട്ട് കുളിക്കണം. എന്നിട്ട് നിങ്ങൾ പുതു ഡ്രസ്സ് ഇടണം. ഇത് യാതൊരു അതിശയോക്തി ഇല്ലാതെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണിത്. പിന്നല്ലാതെ എന്നിട്ട് അകത്ത് കയറി ഇയാളെ ഭാര്യയും തൂറുന്നത് കഴുകണം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട്. സഖി കിട്ടപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം ഉണ്ടാക്കി. ഈ സമരം ഉണ്ടാക്കിയപ്പോൾ അന്വേഷണം ഭയങ്കര പ്രശ്നങ്ങളായി. ഇയാൾ അഡമൻ്റായിട്ട് നിൽക്കുകയാണ്. ശങ്കർ മോഹനെ തുടരുത്. ശങ്കർ മോഹൻ ഭയങ്കര ഇന്ത്യൻ സിനിമ കണ്ട മറ്റേ തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വർത്തമാനം പറഞ്ഞു. അവസാനം സഖി കെട്ടപ്പോൾ പിള്ളേരുടെ സമരം രൂക്ഷമായപ്പോൾ 2 അംഗ കമ്മീഷൻ, അന്വേഷണ കമ്മീഷൻ വെച്ചു. ജയകുമാർ IAS-ഉം നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ജയകുമാറും. 2 പേരും അവരുടെ കറപ്ഷൻ ഇല്ലാത്ത സർവീസ് കാലം നടത്തിയവരാണ്. ശബരിമലയിൽ കൈയിട്ട് വരാത്ത ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശബരിമലയുടെ മുഴുവൻ മേൽനോട്ടം 5 വർഷമായിട്ട് ജയകുമാർ സാറിനായിരുന്നു. അപ്പോൾ 5 വർഷക്കാലം ശബരിമല ഇരുന്നിട്ട് 1 രൂപ നക്കാത്ത മനുഷ്യനായിരുന്നു. ഇവിടെ VS ശിവകുമാർ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ചേട്ടനെ PR ആയിട്ട് എന്തോ അവിടെ ഒരു വലിയ പോസ്റ്റിൽ വെച്ചിട്ട് 6 വർഷമോ 7 വർഷത്തെയുള്ള ശർക്കര വാങ്ങി വെച്ച് മൊത്തം മെൽറ്റായി പേപ്പ് എടുത്ത് കളഞ്ഞ ബാച്ചുകളൊക്കെയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് ഒരു കറപ്ഷൻ പോലും ജയകുമാർ സാറിനെ പറ്റി പറയാൻ പറ്റില്ല. ജയകുമാർ സാർ എന്നാൽ വിധേയനല്ല എങ്കിൽ പോലും അടൂരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുമാണ്. അദ്ദേഹവും മറ്റേ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ജയകുമാറും കൂടി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കാണിച്ച കൊള്ളരുതായ്മകളെ മുഴുവൻ റിപ്പോർട്ട് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടാണ് പുറത്താക്കിയത് ശങ്കർ മോഹനെ. അടൂർ അപ്പം രാജിവെച്ച് പോവുകയും ചെയ്തു. എന്നിട്ട് ഈ കോൺക്ലേവിന് വന്ന് നിന്നിട്ട് ശങ്കർ മോഹനെ പൊക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് അടൂർ ചെയ്തത് തെറ്റാണ്, മനസ്സിലായില്ലേ? എന്നാൽ നേരെ മറിച്ച് ഈ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം ജാതീയമായി ആക്ഷേപിച്ചിട്ടില്ല.
വ്യക്തമാണ് കാര്യങ്ങൾ. അത് ഇതിപ്പോൾ പല തരത്തിൽ കൂടെ ആൾക്കാർ നോക്കി കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പല തരത്തിലുള്ള ചിന്താഗതി വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇപ്പോൾ ദളിത് രാഷ്ട്രീയത്തിനും ദളിത് ശബ്ദത്തിനും ദളിത് ഐഡിയോളജിക്കുമുള്ള ഒരു മുൻതൂക്കം കൊണ്ടായിരിക്കാം. അതുകൊണ്ടല്ലേ ഒരു ചെറുക്കൻ കഞ്ചാവ് ഓടിച്ച് നടന്ന ഒരു ചെറുക്കനെ അവൻ്റെ റൂമിൽ കയറി അന്വേഷിച്ചപ്പോൾ 11 പേരേറ്റം ഉണ്ടെന്ന് റൂമിനകത്ത്. അവർ ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഫ്ലാറ്റിനകത്ത്. ഈ 11 വലിച്ച് കയറ്റിക്കൊണ്ടിരുന്നായിരിക്കാം. അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു മഴുവുണ്ട്. സജി ചെറിയാൻ പിള്ള എന്നാണ് പറഞ്ഞത്. ആ പിള്ള ചിലപ്പോൾ തേങ്ങ ഒതുക്കാൻ കൊണ്ട് വെച്ചായിരിക്കാം മഴു. 80 ലക്ഷമോ 8 ലക്ഷമോ 80,000 എന്തോ കണക്കിപ്പെടാത്ത കാശ് പിടിച്ചു, പുല്ലുനഖം പിടിച്ചു. എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ലേ കൊച്ചു പിള്ളേരല്ലേ എന്ന് വലിക്കിട്ടെന്ന്. ഇത്തരം തെറ്റായിട്ടുള്ള റോൾ മോഡലുകൾ അല്ല ഹൈജാക്ക് ചെയ്യല്ല. അങ്ങനെ ഉള്ളവനെ നമ്മൾ തെറ്റിദ്ധരുത്തി ചെറുപ്പകാലല്ലേ നമ്മൾ തെറ്റിദ്ധരുത്തി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പരിപാടിയിൽ പാടിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ പാട്ടെടുത്ത് അവൻ എഴുതിയ അതൊരു കൂതറ പാട്ടെടുത്ത് പഠിക്കാൻ കോളേജിൽ പാഠപുസ്തകത്തിൽ കയറ്റി. എനിക്ക് തോന്നുന്നു ആ പിള്ളേർ പഠിച്ച് വലുതാവുമ്പോഴേ അവർക്ക് പറയാമല്ലോ ഒരു കഞ്ചാവുകാരൻ എഴുതിയ കവിത ഞങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെന്ന്. അതിനായിരിക്കാം അത് കൊടുത്തു. ഇപ്പോൾ അതാ അറിയുന്നു ഒളിവില്ലെന്ന്. എന്താണ് പീഡന കേസ്, ഒരു പെണ്ണിനെ ഒരു ഡോക്ടർ പെണ്ണിനെ അതിലും ഞാൻ അവനെ കുറ്റമൊന്നും പറയില്ല. കാരണം യവൻ്റെ പബ്ലിസിറ്റിയും യവൻ്റെ മേൽക്കോയ്മയൊക്കെ കണ്ടപ്പോഴായിരിക്കും ഈ പെണ്ണ് കയറി പ്രേമിച്ചത്. അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ തള്ളിക്കാണും. തള്ളിയപ്പോൾ അവന് വേറെ ഐറ്റം കിട്ടുമല്ലോ. അവൻ ഇങ്ങനെ നടക്കുകയല്ലേ, ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്നുണ്ടല്ലേ. ഈ വന്നു കഴിഞ്ഞാൽ ഹിസ്റ്റീരിയ ബാധിച്ച പോലെയല്ലേ പിള്ളേർ കിടന്ന് വിളിക്കുന്നത് 10-20 വയസ്സുള്ള ആണും പെണ്ണുമൊക്കെ. അപ്പോൾ അടുത്ത ഏതോ ഇര കിട്ടിയപ്പോൾ ആദ്യത്തേനെ തഴഞ്ഞു. ഇപ്പോൾ ഇതാ കേസായി, പോക്സോ കേസായി, അവൻ ഒളിവിലാണ്. അപ്പോൾ അവനെയൊക്കെയാണ് സംസ്ഥാന സർക്കാർ കൊണ്ട് നടക്കേണ്ടത്. റാപ്പ് സംഗീതം അധിസ്ഥിതൻ്റെയും അല്ലെ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും ഉണർത്തുപാട്ടായിട്ടാണ് പറയപ്പെടുന്നത്. അല്ല പാടിക്കൂടിയെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവിടെയും എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതല്ല, ഇവിടെ കേരളത്തിലൊരു വിവരം കേട്ട ഒരു ടീച്ചറുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ കോട്ടയത്ത് നിന്ന് കയറുമ്പോൾ എനിക്ക് കിട്ടിയ കഷ്ടകാലത്തിന് ജനശതാബ്ദി കിട്ടിയത് അവരുടെ തൊട്ടടുത്ത സീറ്റായിരുന്നു. ഞാൻ ടീച്ചർ ഒരുപാട് ടീച്ചർമാരുണ്ട്, നിങ്ങൾക്കറിയാം, ആളിനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെയാണോ വെച്ചോളൂ. ഞാൻ പറയുന്ന ഒരു വിഷം മാത്രം ചീറ്റുന്ന ഒരു ടീച്ചറെ കുറിച്ചാണ്, ഇങ്ങനെ പാമ്പിനെ പോലെ ഇരിക്കുന്ന ഒരു ടീച്ചറെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ എന്താ ഞാൻ അതിൻ്റെ അടുത്തിരുന്ന പോയിസനാണ്, അതിൻ്റെ അടുത്ത് ഇരിക്കാൻ പാടില്ല എന്ന് ഞാൻ മാറ്റി ടിക്കറ്റ് എടുത്തു, സീറ്റ് എടുത്തു. ഒരു മാവേലിക്കരി ഇറങ്ങി പോകുന്നവരെ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഇങ്ങനെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സ്ത്രീ കേരളത്തിൽ മുഴുവൻ ഏത് ഇഷ്യൂവിലും കയറി വിഷം ചീറ്റുന്ന ഒരു സ്ത്രീയെ എനിക്ക് ബഹുമാനം. പക്ഷെ അവരും നിങ്ങളും യോജിക്കുന്ന ഒരു പൊതുവായ തലമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വേടൻ വിഷയം, അതുപോലെ ഈ സ്ത്രീകൾക്കെതിരായിട്ടെന്നല്ല, അദ്ദേഹം വ്യക്തമായിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അടൂർ പറഞ്ഞതാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ അതിനേക്കാളും ഗുരുതരമായ അദ്ദേഹം അവിടെ കാണിച്ച 2 കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് രാഷ്ട്രീയ കുപ്പായം വിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കണ്ണിലൂടെ ഞാൻ ഒരു കാര്യം കാണില്ല. ഞാൻ പറയുന്ന എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നെങ്കിൽ അത് ശരി തന്നെ ആയിരിക്കും. ഈ വേടൻ എന്ന് പറഞ്ഞ ഈ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ സർക്കാർ പൊക്കിക്കൊണ്ടു നടന്നത് തെമ്മാടിത്തരമാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. യേശുദാസിനേക്കാളും മുകളിലല്ലേ അവനെ കൊണ്ടു നടന്നത്. ഇനി ആസ്ഥാന ഗായകനായിട്ട് ആക്കിക്കളയോ എന്നാണ് ഞാൻ പേടിച്ചിരുന്നത്. അപ്പോഴത്തേക്കാണ് ഈ പീഡനം വന്നത്. ഈ സർക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഓവർ സ്മാർട്ട് കളിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതിപ്പോൾ ശശികല പറഞ്ഞതുകൊണ്ട് ഞാനും പറയുന്നു എന്നുള്ളതല്ല, ശശികല പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല. എൻ്റെ കാഴ്ചപ്പാട് ഈ ചെറുക്കനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പേര് പുറത്ത് വന്നു അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമല്ലോ ശശികലയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കാരണം അവരെ ടീച്ചറെന്ന് പോലും വിളിക്കാൻ പാടില്ല. പോയിസൺ വിഷം മാത്രം ചീറ്റുന്നൊരു സ്ത്രീയാണ്. ശബരിമല ഇഷ്യൂ വന്നപ്പോൾ കണ്ടില്ലേ, കെട്ടുകൊടുത്തോണ്ട് പോയി. അതിനുശേഷം അവർ ഒരു ദിവസം പോയെന്ന് നോക്കി അയ്യപ്പം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഭക്തിയെ വയ്ക്കുന്ന ഒരുത്തനെയും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. എൻ്റെ നാട്ടിലൊരു വെള്ളായണി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, പ്രശസ്തമായ ദേവീക്ഷേത്രം. ആ ദേവിയുടെ വിഗ്രഹത്തിൽ സ്വർണം പൂശാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് മാറ്റിയപ്പോൾ ആ ദേവിക്ക് നമ്മളെന്തിനെ പ്രൊട്ടക്ഷൻ കൊടുക്കണേ? അവിടുത്തെ ഈ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ ആൾക്കാർ ദേവിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. അവസാനം കണക്ക് കൊടുത്തവൻ പറഞ്ഞെന്താണെന്ന് അറിയോ, ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിന്ന് ഞങ്ങൾ 68,000 രൂപ ദോശ തന്നു. മനസ്സിലായി? ദൈവങ്ങളെ വിറ്റ് തിന്നരുത്. എനിക്കതിൽ മാത്രമേ വിരോധമുള്ളൂ. കാരണം ആരോ ആവട്ടെ, ഒരു അമ്പലം വളർന്നു വന്നാൽ അവിടെ വന്ന് അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കും, എന്നിട്ട് ആ അമ്പലത്തിനെ കുളമാക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി എന്നാണ് പേര്. കുമ്മനം ഇതൊക്കെ അറിയണമെന്നേ. വിറ്റ് തിന്നെയാണ് ഭക്തിയെ. പ്രബല സമുദായമായിട്ടുള്ള ഒരു സമുദായം, സുസംഘടിതമായിട്ടുള്ള സംഘടന, പിന്നെ വിശ്വഹിന്ദു പരിഷത്ത്, ഇപ്പം നേരത്തെ പറഞ്ഞ ടീച്ചർ, എല്ലാം പ്രബലരെയാണല്ലോ ശത്രുക്കളാക്കുന്നത്. അല്ല അവരെ ഈ ധൈര്യത്തിന് എവിടെ നിന്ന് കിട്ടും? സമൂഹത്തിൽ നോട്ടപ്പുള്ളികളാണ്. അപ്പോൾ ഇവരെ പോലുള്ളവർ കാണിക്കുന്നത് മറ്റുള്ളവർ മാതൃകയാക്കും. അതുകൊണ്ടാണ് ഞാൻ അവരെ പറ്റി പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ലല്ലോ ഇവരാരും, ഇവരെല്ലാം തലപ്പത്ത് നിൽക്കും. പിന്നെ ഒരു സൈഡിൽ വേടൻ വരുന്നുണ്ട്, ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താധാരയുടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പുറത്ത് ഈ ടീച്ചറിൻ്റെ ആൾക്കാരുണ്ട്, സമുദായത്തിൻ്റെ ആൾക്കാരുണ്ട്. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ എന്താ പറയുക, ഈ കോൺക്ലേവിൽ പങ്കെടുത്തിട്ടേ മൈക്ക് വാങ്ങി സജി ചെറിയാനോട് ഞാൻ പറഞ്ഞു, ഞാൻ 5 വർഷം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലം.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അതിൽ ഡയറക്ടറായിരുന്നുകൊണ്ട് ഞാൻ AK ബാലനെ ഒരുപാടെടുത്ത് വിമർശിച്ചു. അപ്പോൾ ഞാൻ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണ്ട, മാറ്റ, ഫെഫ്ക, ടെലിവിഷൻ വെറ്റേണിറ്റി എല്ലാത്തിനും രാജിവെച്ചു. കാരണം നമുക്ക് വിമർശിക്കണമെങ്കിൽ അതിന് അവരുടെ കാര്യമുണ്ടോ ഈ ഒറ്റ കാര്യത്തില്ല. കാരണം അവരെ വിമർശിക്കണമെങ്കിൽ അതിലിരിക്കും. ഏതെങ്കിലും ഒരു വിമർശനം എന്തെങ്കിലും ഇത്രയും AK ബാലനടക്കം എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സജി വിഷയത്തിലായിരുന്നു വിമർശനം. AK ബാലൻ്റെ എന്തോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ്, സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രം, വേറൊന്നുമല്ല. ഇപ്പം ഞാൻ സജി ചെറിയാനോട് പറഞ്ഞു, 1000 രൂപ MA ബേബി സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കുമ്പോൾ 1000 രൂപയായിരുന്നു പെൻഷൻ. ആ പെൻഷൻ തോന്നുമ്പോഴൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, പൈസയില്ല. പക്ഷേ AK ബാലൻ വന്നപ്പോൾ P. ശ്രീകുമാറായിരുന്നു ചെയർമാൻ, നടൻ, ഞാൻ അതിലൊരു ഡയറക്ടർ. 4000 രൂപയാക്കി ഗ്രാജുവലായിട്ട് 5 വർഷം കൊണ്ട്. ആ 4000 രൂപയാക്കി കൃത്യം 29-ാം തീയതി അക്കൗണ്ടിൽ ചെന്നിരിക്കും പൈസ. 1-ാം തീയതി ആവില്ല. ആയാൽ ഏത് ജില്ലയിലെ ചുമതലയുള്ള പെണ്ണാണോ ആ പെണ്ണ് അന്ന് അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ 29-ാം തീയതി അക്കൗണ്ടിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ സജി ചെറിയാൻ വന്നപ്പോൾ എൻ്റെ സുഹൃത്തായ താങ്കളുടെ അടുത്തിരിക്കുന്ന മധുപാലാണ് ചെയർമാൻ. ഈ 4.5 വർഷത്തിനിടയിൽ 100 രൂപ അതിൽ കൂട്ടാനുള്ളൊരു ശ്രമം മധുപാൽ ചെയ്തിട്ടില്ല. സാംസ്കാരിക ക്ഷേമനിധിയുടെ ബോർഡും വെച്ച് കറങ്ങി നടക്കണം, അല്ലാതെ ഒരു പണിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ഈ യോഗം കഴിയുമ്പോൾ മധുവിനോട് ചോദിക്കണം, നീ 4.5 വർഷമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ, ഞാൻ സജി ചെറിയാനോട് പറഞ്ഞത്, താങ്കൾ ഇറങ്ങിപ്പോകുമ്പോൾ 5 വർഷത്തിനിടയിൽ താങ്കൾ 1000 രൂപയെങ്കിലും കൂട്ടിയിട്ടേ താങ്കൾ ഇറങ്ങിപ്പോകാവൂ. 5000 ആക്കണം. കാരണം മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലാത്ത, ഇൻസുലിൻ വാങ്ങാൻ നിവർത്തിയില്ലാത്ത, ഒരു ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്ത, ഒരു ബസ്സിൽ കയറി പോകാൻ നിവർത്തിയില്ലാത്ത ആയിരക്കണക്കിന് പേരുണ്ട്. പക്ഷേ താങ്കൾക്ക് ഈ വലിയ മോളിൽ നിൽക്കുന്ന അപ്പർ ക്ലാസ്സുകാരെ അറിയാവൂ സിനിമയിൽ. അതുകൊണ്ട് താങ്കൾ 1000 രൂപയെങ്കിലും കൂട്ടണം, ചരിത്രം താങ്കൾക്കെങ്കിൽ എന്നും ഓർക്കും താങ്കളെ പറ്റി എന്നും പറഞ്ഞു. വൈകുന്നേരം മറുപടി പറയുമ്പം ഞാൻ ഫ്രണ്ട് സീറ്റ് ഇരിക്കുകയല്ലേ, പുള്ളി എന്നെ നോക്കിയിട്ട്, സുഹൃത്തേ 1000 അല്ല 10,000 ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാശില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ അപ്പം ഇൻസൾട്ട് ചെയ്യാം. എങ്ങനെയെന്നറിയോ, താങ്കളുടെ സർക്കാരിൽ നിന്നല്ലല്ലോ കാശ് കൊടുക്കുന്നത്, സിനിമയിലെ ഓരോ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകൻ്റെ സെസ്സിൽ നിന്നല്ലേ കൊടുക്കണേ. ആ പൈസയ്ക്ക് താങ്കളുമായിട്ട് എന്തൊരു ബന്ധം എന്ന് കേൾക്കാം. ധനകാര്യ വകുപ്പിന് യാതൊരു ബന്ധമില്ലല്ലോ. പക്ഷേ ഞാൻ കേട്ടില്ല, ഞാൻ ചിരിച്ചോണ്ടിരുന്നത്. അപ്പോൾ ആ കോൺക്ലേവ് കഴിയുമ്പോഴേക്കും മധുപാലൻ്റെ ആജീവനാന്ത ശത്രുവായി മാറി. അപ്പോൾ നമ്മളതൊന്നും നോക്കാറില്ലെന്ന്, ശരി എന്താണോ അത് പറയണം, പിന്നെ പറയണം. അത് എന്നോടും, ഞാൻ തെമ്മാടിത്തരം കാണിച്ചാൽ ഈ ഇരിക്കുന്ന ക്യാമറമാൻ എൻ്റെ മുഖത്ത് നോക്കി പറയണം, നിങ്ങൾ ആ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് പറയണം. അത് അംഗീകരിക്കുന്ന ആളാണ്. തെറ്റാണെങ്കിൽ അപ്രിയമായ സത്യങ്ങൾ പിന്നെ പറയണം. അപ്രിയമായ സത്യം എന്നൊരു സത്യമേ ഇല്ല. എന്തും ശരിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണം മാത്രമേ ഉള്ളൂ. ശരി, നന്ദി.